ബൈനോക്കുലർ ടോക്സിൻ്റെ ഒരു പുത്തൻ വീഡിയോയുടെ എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞങ്ങളെ തൊടുപുഴയ്ക്ക് പോകാൻ വന്ന കുറച്ച് ദൂരം കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും, അതായത് എന്തുവാ പറയുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മടാട്ടുപാറ കഴിഞ്ഞു. അന്നേരം നമുക്ക് മടാട്ടുപാറ കഴിഞ്ഞില്ല, മടാട്ടുപാറ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു ഇത് കിട്ടി. ഇവിടെ മണിയന്തരം, അതായത് മൈലപ്പാറ, അങ്ങനെ ഒരു കുരിശടിയാണെന്ന് പറഞ്ഞു കേട്ടോ. നമ്മൾ വിചാരിച്ചു എന്തുവാ, ശരിക്കും പറഞ്ഞാൽ നമ്മളങ്ങനെ വേറെ ഈ റൂട്ടിൽ അങ്ങനെ ഒരു അറിവൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ എന്ത് കാണിച്ചെന്നറിയോ, അവിടെ നിർത്തി അവിടെ ഈ മടാട്ടുപാറ സ്ഥലത്ത് നിന്ന് ഏതൻസ് എന്നൊരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിലെ ചേട്ടന്മാരാണ് പറഞ്ഞു തന്നെ, ഇവിടുന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, ഇവിടുന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ഒരു പാറയുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ കണ്ട പാറയാണ് കേട്ടോ. ആ പാറയിൽ നിന്ന് ഒരു കോൺക്രീറ്റ് റോഡുണ്ട്. ആ റോഡ് കയറി കഴിഞ്ഞപ്പോൾ ഒരു നല്ല അടിപൊളി ഒരു പാറ, വേറൊരു പാറയുണ്ട്. ആ പാറയുടെ നടുക്കൂടെ വെള്ളം ഒഴുക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ വേനലല്ലോ ഇത്രയെന്ന് പറഞ്ഞു. പക്ഷെ നല്ല അടിപൊളിയാണ് കേട്ടോ. ശരിക്കും ഈ എറണാകുളത്തിനൊക്കെ യാത്ര ചെയ്യും, തൊടുപുഴ ആ മേഖലയിലോട്ട് യാത്ര ചെയ്യും, അങ്ങനെ ചെയ്യുന്നവർക്ക് നല്ല അടിപൊളി ഒരു വ്യൂ പോയിൻ്റാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് ഒരു 600 മീറ്ററിന് മേളിലുണ്ട് കേട്ടോ ഈ പാറയിൽ നിന്ന് വെള്ളം ഒഴുകണേ. ശരിക്കും ശ്രദ്ധിച്ച് സമയം കറക്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ മേളിലൊരു കുരിശടിയുണ്ട്, ആ കുരിശടി കാണാൻ പോകാവുന്ന രീതി വരുവാണെന്നുണ്ടെങ്കിൽ കുരിശടി പോയി കണ്ടിട്ട്, രാവിലെ വരുന്നവർക്ക് കുരിശടി പോയി കണ്ടിട്ട്, അല്ലെങ്കിൽ രാവിലെ വരുന്നവർക്ക് വെള്ളത്തിൽ ഒഴുക്കൊക്കെ കണ്ട്, അവരെന്ന് വെച്ചാൽ ചൂടായ സ്ഥലമാണ്, നല്ല ചൂടാണ് പാറപ്പുറം, കണ്ടിട്ട് കുരിശടി കയറിപ്പോവാം. വൈകിട്ടാണ് വരുന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിലൊക്കെ ഇത്തിരി നേരം ഇരുന്ന് ഒരു ഇത് പിള്ളേർക്കൊക്കെ ഇറങ്ങാനും കളിക്കാനും ഒക്കെ പറ്റിയ സ്ഥലമാണ്, നല്ല അടിപൊളി സ്ഥലം. അവിടെ നിന്ന് നടന്ന് മേളിൽ കയറിപ്പോൾ കുരിശടി കാണാം കേട്ടോ. കുരിശടി ഓഫ് റോഡാന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇവിടെ വർക്ക്ഷോപ്പിൽ അവിടെ ഒരു വർക്ക്ഷോപ്പുണ്ട്, വർക്ക്ഷോപ്പിൽ അത്യാവശ്യം പിള്ളേർ വരുന്ന ഓഫ് റോഡ് വണ്ടികൾ ഓടിക്കും. അപ്പോൾ കുറച്ച് ദൂരമേ ഉള്ളൂ, ഒത്തിരി ഒന്നുമില്ല, പക്ഷേ അത് നല്ല അടിപൊളിയാണ്. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ കയറിപ്പോയി. പ്രതീക്ഷിക്കാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷയിലായിരുന്നു. ആ പാറയുടെ ചോട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമേ ഇങ്ങനെ ഒരു വ്യൂ പോയിൻ്റോ, ഈ ഒരു സംഭവം എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ലോ എന്ന് വിചാരിച്ചു വന്നാൽ. പക്ഷെ നല്ല അടിപൊളിയാണ്. ഇത്രയും ആ പാറയുടെ വീതി നിങ്ങൾ കാണും. ആ പാറയിൽ നിന്ന് ഇത്ര ശക്തിയായിട്ട് നല്ല തണുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ അടിപൊളി വെള്ളം ഒഴുക്കുള്ള സ്ഥലമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടോ കുതിച്ച് ഒഴുകൊന്നുമില്ല. അതിൻ്റെ മേളിൽ എനിക്ക് വന്ന് വണ്ടി കഴുകാനൊക്കെ ആയിട്ടായിരിക്കും ആൾക്കാർ മറ്റേ ചെറിയ ട്യൂബൊക്കെ വെച്ച് ഒരു തട ഉണ്ടാക്കിയിട്ടുണ്ട്, അതല്ലാണ്ട് ഒന്നുമില്ല. ഇത് എത്ര കാലം ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഈ ഒഴുക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ വെള്ളം കാണും. നല്ല ഭംഗിയായ സ്ഥലമാണ്. ആ പാറപ്പുറത്ത് വന്നിരിക്കാം. പിന്നെ പാറ എന്ന് പറയുന്നത് ശക്കല ഇറക്കമുള്ള സ്ഥലം കേട്ടോ, അത് സൂക്ഷിച്ചു വേണം. ആ പാറ കഴിഞ്ഞ് മേളോട്ട് കയറണം കേട്ടോ. മേളോട്ട് കയറി കഴിഞ്ഞാൽ കുറേ ദൂരം ചെന്ന് കഴിയുമ്പോഴത്തേനും, കുറച്ച് ദൂരം എന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഓടത്തുള്ളൂ. നമ്മൾ 2 വീലറിലാണ് വന്നത്. 5 മിനിറ്റ് ഓടി കഴിയുമ്പോൾ ഇതുപോലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇതുപോലെ വ്യൂ പോയിൻ്റില്ല, ഇത് തന്നെ വ്യൂ പോയിൻ്റ്. നോക്കി എന്നെ ഭംഗിയാണെന്നറിയോ. ഇവിടെയൊക്കെ ഓഫ് റോഡ് കയറി വരുന്ന വണ്ടികളാണെങ്കിൽ കയറി വരും കേട്ടോ, ഫ്രണ്ട് ഡ്രൈവുള്ള വണ്ടിയാണെങ്കിലും കയറി വരും. പക്ഷേ ഒരു കാര്യമുള്ളൂ, ഒതുക്കാനൊക്കെ ചെറിയ സ്ഥലക്കുറവാണ്. സ്ഥലക്കുറവ് നല്ല അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കയറി വരും. പക്ഷെ നല്ല മനോഹരമായ സ്ഥലമാണ്. നമ്മളാ കയറി വരുന്ന നമ്മളാ വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്നൊരു ഏകദേശം ഒരു 4 മിനിറ്റ് 5 മിനിറ്റ് യാത്ര കഴിഞ്ഞാൽ ഈ വ്യൂ പോയിൻ്റിലെത്തും. ഇനി ഇത് കഴിഞ്ഞും നമുക്ക് യാത്രയുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ, അതായത് ഇവിടെ അതായത് മറ്റേ കുരിശുമലയുടെ ഇത് വെച്ചിട്ടുണ്ട്, 1 2 3 സ്ഥലങ്ങൾ വെച്ചിട്ടുണ്ട്. 14 സ്ഥലങ്ങളുടെ ഒരു ഇതുണ്ട്. ആ സ്ഥലത്ത് ഏറ്റവും അവസാനം ആ സ്ഥലം എത്തുന്നിടത്താണ് നമ്മളീ പറഞ്ഞ വ്യൂ പോയിൻ്റ് ഇരിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ പാറ കഴിഞ്ഞ് മേളി ഒരു കുറച്ച് സമയത്ത് വണ്ടി നിർത്തിയൊരു സ്ഥലം കേട്ടോ. ചുറ്റുവട്ടമൊക്കെ കൃഷിയുണ്ട്, പൈനാപ്പിളുണ്ട്, കുറച്ച് ഭാഗത്ത് റബ്ബറുണ്ട്. പിന്നെ നമ്മൾ ആ കോൺക്രീറ്റ് ചെയ്ത റോഡങ്ങ് തീർന്നു കേട്ടോ. പിന്നെ ഇതുപോലത്തെ റോഡാണ്, അതായത് കല്ലിളയിൽ കിടന്ന റോഡ് കണ്ടോ, അതായത് മിറ്റിലിളയിൽ കിടക്കുക, മിറ്റിൽ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് മിറ്റിലിളയിൽ കിടക്കുക. നമ്മൾ കുറച്ചങ്ങോട്ട് ഫ്രണ്ടോട്ട് ചെല്ലുമ്പോൾ ഏകദേശം ഇവിടെ കൊണ്ട് നമ്മുടെ മിറ്റിലിളയിൽ റോഡ് തീർന്നു. ഇത് നമ്മളാ കുരിശടി കാണുന്നതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 കിലോമീറ്റർ താഴെയാണ് കൂട്ടിക്കും. ഇവിടുന്ന് നമ്മൾ താഴെ നിന്ന് കയറി വരുന്ന വണ്ടി 4 വീൽ ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ വണ്ടി കയറിപ്പോവും. ഓഫ് റോഡ് ഓടിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് കയറിപ്പോവും. അവിടെ വണ്ടി തിരിക്കാനും സൗകര്യമുണ്ട് കേട്ടോ. അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 400-450 മീറ്റർ നമ്മൾ നടന്ന് കയറണം. ഇതേ കണ്ടല്ല, കല്ലും നല്ല അടിപൊളി കല്ല. സൈക്കിൾ അഭ്യാസികൾക്ക് ചവിട്ടിക്കൊണ്ടുപോകാൻ പറ്റും, അല്ലാണ്ട് സൈക്കിൾ പോലും കീറിയാലത്തെ കല.
പക്ഷെ നമ്മൾ താഴെ നിന്ന് ആ ചൂട് കൊണ്ട് കയറി നമ്മൾ ആ വെള്ളം ഒഴുകുന്നിടത്ത് വന്ന് അരുവിക്ക് വന്ന ചെറിയൊരു അരുവിയും തന്നെ ഉണ്ടാകും. അവിടെ വന്ന് കഴുകി മുഖമൊക്കെ കഴുകി നല്ല ഫ്രഷായിട്ട് അവിടെ നിന്ന് മേളിൽ കയറി കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ പിന്നെ നല്ല പക്ക കട, നല്ല തണുത്ത അന്തരീക്ഷം, ഒന്നും പറയാൻ അത്ര മനോഹരമാണ്. ആരൊക്കെ വന്നിട്ടുണ്ട് പോയിട്ടുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ബൈനോക്കുലർ ടോക്സ് വന്നു, അടിപൊളിയായിരുന്നു. അവിടെ കുറച്ച് സാധനങ്ങൾ പ്ലാസ്റ്റിക്കൊക്കെ ആരെ കേട്ടിട്ടുണ്ട്, ഒന്നും അത് കുറച്ചൊക്കെ ഉള്ളൂ, കുപ്പി മറ്റേ അങ്ങനെ ഇങ്ങനെ കുറച്ച് കവറുള്ളൂ, അതൊന്നുമില്ല. പക്ഷെ നമ്മൾ ഭക്ഷണമൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് നന്നായിട്ട് കഴിച്ച് സെറ്റായിട്ട് പോകും. ഇതാ മേളിൽ കുരിശടി വരുന്നിടത്ത് കുരിശ് കാണുന്നിട്ട് അവിടെ കൊണ്ട് പരിപാടി വരുന്ന അവിടെ ഷെഡൊക്കെ മറന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ വ്യൂ പോയിൻ്റാണ് ഇത് കേട്ടോ. ദേ ഇവിടെ കൊണ്ട് തീരുക, താട്ടൊന്നും ഇറങ്ങരുത്, ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി കാണുക, കണ്ടാസ്വദിക്കുക. ഓക്കെ, അപ്പം ഇതുപോലെ പുത്തൻ വീഡിയോ ആയിട്ട്, ഇതൊക്കെ ആരെ കണ്ടെന്ന് എനിക്കറിയത്തില്ല, ഒന്നുകൂടെ ഓർത്തു, നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഇത് ഇനി ബൈനോക്കുലർ ടോക്സ് വരുമായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ, കണ്ടിട്ട് സൂക്ഷിച്ച് പോകണം കേട്ടോ, ആരും ഇറങ്ങി പോകുകയും ചെയ്യൽ. ഓക്കെ, ബൈ.